നമസ്കാരം. ടി വാസുദേവൻ നായർ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചും ഭരണ സാഹചര്യത്തെക്കുറിച്ചും പറഞ്ഞത് വലിയ വിവാദമായി, വലിയ ചർച്ചയായി. ടി പറഞ്ഞത് പൊതുവായ ഒരു കാര്യമാണ് എന്നാണ് CPMൻ്റെ നിലപാട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ CPMനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് ടി സംസാരിച്ചത് എന്ന വാദവും ഉന്നയിക്കുന്നുണ്ട്. ഇനി നരേന്ദ്രമോദിയെയാണ് ഉദ്ദേശിച്ചത് എന്നും ചില CPM സൈബർ സഖാക്കൾ പലപ്പോഴും പറഞ്ഞ് നടക്കുന്നുണ്ട്. ആരെ ഉദ്ദേശിച്ചായാലും എന്തുദ്ദേശിച്ചായാലും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നവർ നിൽക്കേണ്ടത്. ജനങ്ങളുടെ ക്ഷേമമാണ് അവർ അന്വേഷിക്കേണ്ടത്. ഭരിക്കുന്നവർ എന്നാൽ അവർ മുതലാളിമാരെ പോലെ പെരുമാറുന്ന രീതി ഒരിക്കലും ശരിയല്ല എന്ന ഒരു പൊതു അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതിനുശേഷം 2-3 സാഹിത്യകാരന്മാർ, അതുപോലെ 1-2 പ്രശസ്തരായ സാഹിത്യകാരികളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ടിയോടൊപ്പം ചേർന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുകുന്ദൻ. തെരഞ്ഞെടുപ്പ് ഇനിയും വരും, ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാൻ കഴിയണം, മനുഷ്യനാണ് പ്രധാനം എന്ന രീതിയിൽ ഭരണ സംവിധാനത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുകുന്ദൻ നേരത്തെ രംഗത്ത് വന്നത്. അതുപോലെ ടി പത്മനാഭൻ പോലീസ് നടപടിയൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. അതും ഭരണപക്ഷത്തിന് പരോക്ഷമായ വിമർശനം തന്നെയാണ്. 2 ദിവസത്തിന് ശേഷം ഇപ്പോൾ മുകുന്ദൻ ഈ അഭിപ്രായത്തെ മാറ്റിയില്ല. പക്ഷേ അദ്ദേഹം പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അംഗീകരിച്ചുകൊണ്ട്, അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള വഴിയാണ് കേരയിൽ എന്നാണ് മുകുന്ദൻ്റെ അഭിപ്രായം. കേരയിൽ സർക്കാരിൻ്റെ പദ്ധതിയാണ്, പ്രത്യേകിച്ചും CPMന് ഒരുപാട് ഗുണങ്ങളുള്ള പദ്ധതിയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ കേരയിൽ പദ്ധതി ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട മട്ടാണ്, അതിന് അനുമതിയൊന്നും കിട്ടില്ല, നടക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി സർക്കാരിനെതിരെ പലപ്പോഴും പലരും ഉന്നയിക്കുന്ന ഈ ഒരു അവസരത്തിലാണ് മുകുന്ദൻ കേരളിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള വഴിയാണ് കേരയിൽ എന്നാണ് മുകുന്ദൻ പറയുന്നത്. ജില്ലാതിർത്തിയായ മയ്യഴി പൂഴിത്തലയിൽ DYFIയുടെ മനുഷ്യച്ചെങ്ങലയുടെ അവസാന കണ്ണിയായി പങ്കെടുത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ റെയിൽപാതകൾ ഉപയോഗിച്ച് ഒരിക്കലും വേഗമുള്ള ട്രെയിനുകൾ പ്രാവർത്തികമല്ല, വന്ദേ ഭാരത് വന്നാലും സാധ്യമല്ല, നമ്മുടെ റെയിലുകൾ അതിന് സജ്ജമല്ല എന്നാണ് മുകുന്ദൻ്റെ അഭിപ്രായം. സംസ്ഥാനത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നത് വാസ്തവമാണെന്നും നമ്മൾ ഈ അവഗണന അനുഭവിക്കുകയാണെന്നുമാണ് മുകുന്ദൻ അഭിപ്രായപ്പെട്ടത്. എല്ലാ മേഖലകളിലും നമ്മൾ കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങളിൽ അസൂയാവഹമായ കുതിപ്പാണ് നമ്മളും സർക്കാരും നടത്തുന്നത്. പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ കുതിപ്പ് തടസ്സപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാണ്. കേന്ദ്രം തടസ്സപ്പെടുത്തുന്ന പദ്ധതികൾ ഓരോന്നായി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. കേരളം മുന്നോട്ട് പോകുന്നത് തടയുന്നതിനെതിരെയുള്ള പ്രതിഷേധ ഇരമ്പലാണ് DYFIയുടെ മനുഷ്യച്ചെങ്ങലയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്യന്തികമായി ഒരു ഇടതുപക്ഷ മനസ്സുള്ള സാഹിത്യകാരനാണ് മുകുന്ദൻ. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ CPMൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിലാണോ, പിണറായി വിജയൻ്റെ കണ്ണിലെ കരടാകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണോ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും മനുഷ്യച്ചെങ്ങലയിൽ അവസാന കണ്ണിയായിട്ട് അദ്ദേഹം കൈപിടിച്ചു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണിത്. കേന്ദ്രം അവഗണിക്കുന്നു, കേരളയിൽ വന്നേ പറ്റൂ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് മുകുന്ദൻ ഉന്നയിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ടി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ടിയുടെ വാക്കുകൾ ചർച്ചയായതുപോലെ മുകുന്ദൻ്റെ വാക്കുകൾ ചർച്ചയാകാനുള്ള സാധ്യതയില്ല എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്.